ഇനി നമ്മൾ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ ലക്ഷദ്വീപ് സമർപ്പണമാണ് കേട്ടോ. മടിയൻ കൂലോത്തും. അപ്പോൾ ഞാനും മോളും അതുപോലെ അതിനെത്തിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കൂലോത്തിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത്. നമ്മൾ മുന്നേയും പോകാറുണ്ട്. എൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീടും ഒരു 10 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവരൊക്കെ നേരത്തെ അവിടുന്ന് വന്നിട്ടുണ്ട് അമ്പലത്തിലേക്കും. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ അവരെ വിളിച്ച സമയത്ത് അവരെ നിൽക്കുന്ന സ്ഥലം പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ടാണ് കേട്ടോ നമ്മൾ ദീപം കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലാണ് നിന്നതും. പുറത്ത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതുപോലെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കും കൂടി വെക്കാൻ തരുമോ എന്നൊക്കെയാണ് കേട്ടോ മോള് ചോദിക്കുന്നത്. 6 മണിന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആണ് കേട്ടോ. അവിടുത്തെ തന്ത്രി ആദ്യം ദീപം കൊളുത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ദീപം വെക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ മുകൾ വശത്തിന് താഴ്വശത്തേക്ക് വെച്ച് വരണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്ത്രിയൊക്കെ ദീപം കൊളുത്തി അതിന് ശേഷം നമ്മളും ദീപങ്ങൾ കൊളുത്തി. ഞാൻ ഫുള്ള് നിന്നിട്ടില്ല കേട്ടോ. അത് മോൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വേഗം വരുവാന്ന് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൈൻ മൊത്തം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സ്ഥലത്തുള്ളത്. ഇതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ ഇതിൻ്റെ നല്ല ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് പുറത്താണ് കേട്ടോ അതുപോലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മസാല ദോശ കഴിക്കാൻ പോയിട്ട് കാഞ്ഞങ്ങാടേക്കും. നമ്മൾ ഹസ്ബൻഡുള്ള സമയത്ത് അധികം വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ അതിനകത്തും പിന്നെ മോളാണ് കേട്ടോ വന്ന ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട്.